ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു നിഷാസ് ഹോം കുക്കിംഗ്. ഇന്ന് വെണ്ടയ്ക്ക കൊണ്ടുള്ള 2 കറികളാണ് കാണിക്കുന്നത്. ആദ്യം ഒരു തോരൻ കറിയും അതുപോലെ തന്നെ ഒരു ചാറുകറിയാണ് കാണിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ കറിക്ക് വേണ്ടി വെണ്ടയ്ക്ക ചെറുതായിട്ട് അരിഞ്ഞ് ഒരു സവോളയും കൂടി ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ആദ്യം നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് സവോളയൊന്ന് വഴറ്റാൻ വെക്കാം. കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് ഒന്ന് വഴന്ന് വരുമ്പോൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെണ്ടയ്ക്ക അതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. ഇതൊരു 250 ഗ്രാം വെണ്ടയ്ക്കാണ് എടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കൂടി ഇട്ട് ഒന്നും കൂടി അതിൻ്റെ പച്ചമണമൊക്കെ മാറുന്നവരെ ഒന്നും കൂടി വഴറ്റി കൊടുക്കാം. ഇനി അതിനകത്തോട്ട് കുറച്ച് ചിരകിയ തേങ്ങയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു പിടി തേങ്ങയാണ് ഇപ്പോൾ ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ആ തേങ്ങയും കൂടി ഒന്ന് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഒത്തിരി നേരം വേണ്ട, ഒരു 2-3 മിനിറ്റ് നേരം ഒന്ന് വഴന്നാൽ മതി. ഇനി അതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുന്നത് 2 മുട്ടയാണ്. അപ്പോൾ മുട്ടയും കൂടി ഒടിച്ച് അതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അത് നല്ല രീതിയിൽ അതിനകത്തോട്ട് മിക്സാക്കി നല്ല ചിക്കി പൊരിച്ചെടുക്കുന്ന പോലെ എടുക്കണം. അതിൻ്റെ വെള്ളം ഒക്കെ പോയി കഴിഞ്ഞ് വറ്റി വരുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇത്രേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു തോരൻ കറിയുടെ റെസിപ്പിയാണ് ഇത്. നമുക്ക് ചോറിനും അതുപോലെ ചപ്പാത്തിക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റും. അതിന് ശേഷം ഉപ്പും അതുപോലെ കുറച്ച് കുരുമുളകും കൂടി ഒന്ന് ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നല്ല ഉണക്കി ഇതുപോലെ നല്ല തോർത്തി എടുത്ത ഒരു തോരനായിട്ട് നമുക്ക് കഴിക്കാൻ പറ്റുന്നതാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു തോരൻ കറിയുടെ റെസിപ്പിയാണ്. സാധാരണ നമ്മൾ വെണ്ടയ്ക്ക മെഴുക്കുവരട്ടിയൊക്കെ വെക്കുന്ന വരെ ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു കറിയാണ്. അതിനുശേഷം ഞാൻ ലാസ്റ്റ് ഇച്ചിരി വെളിച്ചെണ്ണയും കറിവേപ്പിലയും കൂടി ഒന്ന് തൂളി കൊടുത്തിട്ട് എടുക്കുകയാണ്. ഇത്രേ ഉള്ളൂ. സിമ്പിളായിട്ടുള്ളൊരു കറിയാണ്. പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാനും പറ്റും. അപ്പോൾ ഇതുവരെ തയ്യാറാക്കി നോക്കാത്തവരുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുക. ചോറിൻ്റെ കൂടെ ചപ്പാത്തിയുടെ കൂടെയൊക്കെ സൈഡായിട്ട് പോകുന്ന നല്ലൊരു കറിയാണ്. പിന്നെ എപ്പോഴും വെണ്ടയ്ക്ക കറി ഉണ്ടാക്കുമ്പോൾ നമ്മൾ നല്ലപോലെ വെണ്ടയ്ക്ക ഒന്ന് കഴുകി കുറച്ച് നേരം ഒന്ന് അതിൻ്റെ വെള്ളമെല്ലാം വലിഞ്ഞ്, ഇനിയിപ്പോൾ വെള്ളം പോയില്ലെങ്കിൽ കുറച്ച് നേരം ടിഷ്യൂ കൊണ്ടൊക്കെ തുടച്ചിട്ട് വേണം ഉണ്ടാക്കുക. എപ്പോഴും വെണ്ടയ്ക്ക നല്ല തോർന്ന് കിട്ടാൻ എളുപ്പമായിരിക്കും. ഇനി അടുത്ത രണ്ടാമത്തെ പ്രിപ്പറേഷൻ ചെയ്യാം. അതിന് വേണ്ടി വെണ്ടയ്ക്കയുടെ സൈസ് ഈ രീതിയിലാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത്. അത്ര ചെറുതുമല്ല ഒത്തിരി വലുതുമല്ല, അതൊരു മീഡിയം സൈസിൽ ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി നമുക്ക് മുറിച്ചെടുക്കാം. പിന്നെ അതിനകത്തോട്ട് വേണ്ടത് കുറച്ച് ചെറിയ ഉള്ളിയാണ്. കുറച്ച് കൂടുതൽ ചെറിയ ഉള്ളിയും കൂടി ചേർക്കണം. അപ്പോൾ അതേ ചെറിയ ഉള്ളി ഇത്രയും എടുത്തിട്ടുണ്ട്. അതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഒത്തിരി ചെറുതാക്കി കട്ട് ചെയ്യുന്നില്ല, 2ആയിട്ടേ മുറിച്ചിട്ടുള്ളൂ. പിന്നെ 2 പച്ചമുളകും കുറച്ച് കറിവേപ്പിലയുമാണ് എടുത്തിരിക്കുന്നത്. ഇനി ഒരു ചീനിച്ചട്ടി വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ അതിനകത്തോട്ട് ഒഴിച്ച് കൊടുത്തിട്ട് പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെണ്ടയ്ക്കയാണ് ആദ്യം ചേർത്ത് കൊടുക്കുന്നത്. വെണ്ടയ്ക്ക ആദ്യം ഒന്ന് അതിൻ്റെ അറിയാമല്ലോ, അതിനകത്തൊരു ഞോളപ്പ് അല്ലെങ്കിൽ ഒരു പശ അതുപോലെ കുറച്ചൊരു വഴുക്കലും ഉണ്ടാവില്ല. അത് മാറാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ഇതിനൊന്ന് ഇതുപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. അതിനുശേഷം നമ്മൾ കുറച്ച് കറിവേപ്പില അതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളിയും കൂടി ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. ഈ സമയത്ത് നമ്മൾ ചെറിയ തീയിൽ വഴറ്റിയെടുക്കുന്നതായിരിക്കും നല്ലത്. ഒത്തിരി തീ കൂട്ടി വെക്കേണ്ട ആവശ്യമില്ല. ഇനി ഇതേ സമയത്ത് തന്നെ അത് വഴന്ന് വരുമ്പോഴത്തേക്കും നമുക്ക് വേറൊരു ചീനച്ചട്ടിയിലോട്ട് കുറച്ച് തേങ്ങ ഒന്ന് വറുത്തെടുക്കണം. പിന്നെ ഞാൻ ഓൾറെഡി തേങ്ങ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അത് ഞാൻ വറുത്തിരിക്കുന്ന തേങ്ങയാണ് ഉള്ളിയും കറിവേപ്പിലയിലേക്ക് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അങ്ങനെയല്ല എങ്കിൽ പച്ച തേങ്ങയാണ് വറുത്തെടുക്കേണ്ടത്. പിന്നെ അതൊന്ന് ചൂടായി വരുമ്പോൾ 2 സ്പൂൺ മല്ലിപ്പൊടി, 1 സ്പൂൺ മുളക് പൊടി, 1-1.5 സ്പൂൺ മുളക് പൊടി, പിന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ സാമ്പാർ പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നത്. സാമ്പാർ പൊടി ഇതിനകത്ത് ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഇങ്ങനെ ചെയ്തൊന്ന് ചെയ്ത് നോക്കുക, നമുക്ക് അതിൻ്റെ വ്യത്യാസം അറിയാൻ പറ്റും. നല്ല രുചിയാണ്. അതുപോലെ തന്നെ കുറച്ച് കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒന്ന് ചൂടായി വരുമ്പോൾ പിന്നെ നിർത്താം. പിന്നെ അതിന് ശേഷം ഒരു ലേശം ഉലുവപ്പൊടിയും കൂടിയാണ് ചേർത്ത് കൊടുത്തത്. നല്ലപോലെ എല്ലാം ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് തണുത്തതിന് ശേഷം ഒന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഞാനൊരു മിക്സി ജാറിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് അരച്ചുകൊണ്ട് വരാം. അപ്പോൾ നമ്മുടെ ഒരു വറുത്തരച്ച വെണ്ടയ്ക്ക കറിയാണ് നമ്മൾ തയ്യാറാക്കുന്നത്. നമ്മൾ വഴന്നുകൊണ്ട് വരുന്ന ഈ വെണ്ടയ്ക്കായും ഉള്ളിയുടെ മിക്സിലോട്ട് നമ്മൾ അരച്ചുകൊണ്ടിരിക്കുന്ന അരപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇതിനകത്ത് നമ്മൾ പുളിവെള്ളമാണ് ചേർക്കുന്നത് പുളിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ കുറച്ച് വാളംപുളി ഇതുപോലെ കുതിർത്താൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വെള്ളവും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ നമ്മുടെ അരപ്പും വെണ്ടയ്ക്കയും ചെറിയ ഉള്ളിയും പച്ചമുളകും കൂടി നല്ലപോലെ മിക്സായി വന്നിട്ടുണ്ട്. ഞാൻ മിക്സി കഴുകിയ വെള്ളവും കൂടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് നല്ലപോലെ യോജിച്ച് തിളപ്പിച്ച് ഒന്ന് എടുക്കാം. ഈ സമയത്ത് ഉപ്പൊക്കെ കുറവാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കാം.
ഒരു 2-3 മിനിറ്റ് നേരം ഒന്ന് അടച്ച് വെച്ച് വേവിക്കാം. കാരണം ഓൾറെഡി നന്നായിട്ട് വഴന്നിരിക്കുന്നതാണ്. പക്ഷേ എല്ലാം കൂടി അരപ്പൊക്കെ കൂടി ഒന്ന് മിക്സ് ചെയ്ത് വരാൻ വേണ്ടിയിട്ടാണ് ചേർക്കുന്നത്. ഞാൻ കുറച്ച് ഉപ്പ് കുറവായിരുന്നു, അതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നല്ലപോലെ തിളച്ച് വരുമ്പോൾ നമുക്ക് വാങ്ങാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ രീതിയിൽ വെണ്ടയ്ക്ക കറി ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു വെണ്ടയ്ക്ക പ്രിപ്പറേഷനാണ്. നമ്മളെപ്പോഴും ഈ കുറച്ച് തേങ്ങയൊക്കെ ചിരണ്ടുമ്പോൾ 1-2 തേങ്ങയൊക്കെ ഇതുപോലെ വറുത്തെടുത്ത് വെക്കുകയാണെങ്കിൽ നമുക്കെപ്പോഴും പെട്ടെന്ന് കറി ഉണ്ടാക്കാൻ, പ്രത്യേകിച്ച് വറുത്തരച്ച കറിയൊക്കെ ഉണ്ടാക്കാൻ എളുപ്പമായിരിക്കും. അതുപോലെ നമ്മൾ നേരത്തെ ഇങ്ങനെ വറുത്തെടുത്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് എല്ലാ കറികൾക്കും കുക്കിംഗ് എളുപ്പമാക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ തയ്യാറാക്കിയത് ഞാനിപ്പോൾ ഒരു സെർവിങ് ബൗളിലോട്ട് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചോറിന് വേണ്ടിയിട്ട് ഈ വറുത്തരച്ച കറിയുടെ ഒപ്പം കുറച്ച് ഫിഷ് ഫ്രൈയും അതുപോലെ ഈ ഒരു 1-2 കറി മതി. പിന്നെ ഒരു മുട്ടയും കൂടി പൊരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ചോറിൻ്റെ കറി എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇന്ന് 2 റെസിപ്പിയാണ് ഞാൻ കാണിച്ചിരിക്കുന്നത്. വെണ്ടയ്ക്ക വെച്ചിട്ടുള്ളൊരു തോരനും അതുപോലെ വെണ്ടയ്ക്ക ഒരു ചാറുമാണ് കാണിക്കുന്നത്. അപ്പോൾ ഇതുപോലെ തയ്യാറാക്കി നോക്കുന്നവരായിരിക്കും. ആരെങ്കിലും തയ്യാറാക്കി നോക്കുന്നില്ല, ഈ രീതിയിൽ ചെയ്യാത്തവരുണ്ടെങ്കിൽ അതുപോലെ ചെയ്ത് നോക്കുക. അതുപോലെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസും ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ വീഡിയോസ് കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, അഭിപ്രായങ്ങൾ അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്. അതുപോലെ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ.